അനസ് ബിൻ മാലിക് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സേവകനുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ എത്തിപ്പെടുന്നു അനസ് ബിൻ മാലിക്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നെ വിളിക്കുമ്പോൾ യാ ബുനയ്യ, കുഞ്ഞുമോനെ എന്നാ വിളിക്കുക, അല്ലെങ്കിൽ അനസുമോനെ എന്ന് വിളിക്കും. ഒരു ദിവസം എന്നൊരാവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പറഞ്ഞയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം ഒരുപാട് കഴിഞ്ഞു, എന്നെ തിരഞ്ഞിറങ്ങി. ഞാനാകട്ടെ അവിടെ കുട്ടികളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവരോട് ഒന്നിച്ച് കളിക്കുകയാണ്. കളിക്കിടയിൽ എൻ്റെ പിറകിൽ ഒരാൾ നിന്ന് എൻ്റെ വസ്ത്രം ഇങ്ങനെ പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ബാക്കോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ ചിരിച്ചിട്ട് ചോദിച്ചു, അനസുമോനെ, ഞാൻ പറഞ്ഞുകൊടുത്ത് മോൻ പോയോ? അപ്പോഴാണ് അനസുമോൻ ഓർമ്മ, ഒരു സംഗതിക്ക് പറഞ്ഞയച്ചതാണല്ലോ, ഇപ്പോൾ ഞാൻ പോവാണ് നബി എന്ന് പറഞ്ഞിട്ട് അനസുമോൻ ഓടിയാണ് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് സമീപിച്ച ഒരു രീതിയാണ്. ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ സങ്കല്പിക്കും, കുട്ടിയെ വിളിക്കാത്ത ചീത്തപ്പേരുകൾ ഉണ്ടാവില്ല, ആക്ഷേപിക്കാത്ത ആക്ഷേപവചനങ്ങൾ ഉണ്ടാവില്ല. അത് അപകടം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.